ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണിംഗ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സോഷ്യൽ സയൻസ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൻ്റെ 7ാം ക്ലാസ്സിൻ്റെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് പേജാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ എന്താണ് ഞാൻ 7ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇത് 6, 7, 8 തുടങ്ങിയ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ, നോട്ട്സ് ഇതൊക്കെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത് ഇന്ന് എടുക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിൻ്റെ 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ, ഇതിൽ 4 ചാപ്റ്ററാണുള്ളത്. ഇതിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള യൂറോപ്യൻ ട്രാൻസിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. ഇതിൽ നമ്മളൊരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഹഗ്യ സോഫിയയെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിത് വായിക്കാം. This is Hagia Sophia, one of the important monuments in the history of the world. It was built in 6th century AD. Now it is preserved as a history museum in Turkey. It is the epitome of the architectural splendors of Constantinople, a city rich in historical monuments. Do you know the importance of Constantinople in the history of the world? ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹഗ്യ സോഫിയ എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ ഇടം നേടിയ ഒരു പ്രസിദ്ധമായ സ്മാരകമാണ്. ഇത് 6ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ തുർക്കിയിലുള്ള ഒരു മ്യൂസിയമാണ്. ഇതെന്ന് പറയുന്നത് പ്രതിഭാശാലികളായ വാസ്തുവിദ്യ സ്പ്ലെൻഡറുകളുടെ, കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ വാസ്തുവിദ്യ സ്പ്ലെൻഡറുകളുടെ സംഗ്രഹമാണ് ഈ ഹഗ്യ സോഫിയ എന്ന് പറയുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന വിശേഷണം എന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് സ്മാരകങ്ങളുള്ള ഒരു പ്രദേശമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വിശേഷണം. അപ്പോൾ ഇനിയൊരു ചോദ്യമാണ്, ഡു യു നോ ദി ഇമ്പോർട്ടൻസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്? അതുകുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത പേജിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങളൊരു ഇത് കാണുകയാണ്, മാപ്പ് കാണുകയാണല്ലേ. ഇവിടെ ഒരു യൂറോപ്പ്, കോൺസ്റ്റാന്റിനോപ്പിൾ, ഏഷ്യ, ദ ബ്ലാക്ക് സീ, ദി മെഡിറ്ററേനിയൻ സീ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് പരിചിതമായിട്ടുള്ള ഏതൊക്കെയാണ്? യൂറോപ്പും ഏഷ്യയും. ഇപ്പം നമ്മൾ കേട്ടൊരു വാക്കാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളെ കുറിച്ചാണ് നമ്മളിനി കൂടുതലായിട്ട് നോക്കാൻ പോകുന്നത്. നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. വാട്ട് വെയർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഇവിടെ 3 കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു 5-6 ഒക്കെ നോക്കാം. സെൻറ്റർ ഓഫ് നോളജ്, അറിവിൻ്റെ കേന്ദ്രം. അബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് എ ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ്. ഒരുപാട് പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. അപ്പോൾ നമ്മളിവിടെ കണ്ടു, ഏഷ്യ ഉണ്ട്, യൂറോപ്പും ഉണ്ട്. അപ്പോൾ ഏഷ്യയിലും യൂറോപ്പിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാണ്. അപ്പോൾ ഉള്ളൊരു ഒരു ഗേറ്റ് വേ അതായത് ഒരു ഗേറ്റ് വേ എന്ന് പറയാവുന്നൊരു സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അത് ഇവിടെ ഏഷ്യ ആണെങ്കിൽ ഇവിടെ യൂറോപ്പ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. പിന്നീടെന്ന് പറയുന്നത് ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ. ഇവിടെ കൊടുത്തിട്ടില്ല, ഞാൻ അല്ലാതെ പറയുകയാണ്. ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ, ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു, തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. കോമറിക്കൽ സെൻറ്റർ, അതായത് വാണിജ്യ കേന്ദ്രം. ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നൊരു, അതായത് യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നും കൊണ്ടുവരുന്നൊക്കെ ചരക്കുകൾ വിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. When the Turks conquered Constantinople in 1453, തുർക്കീസ് കോൺസ്റ്റാന്റിനോപ്പിളിനെ 1453 ആക്രമിച്ചു. ഇറ്റ് റിസൾട്ട് ഇൻ ദ fall ഓഫ് ദി സെഞ്ചുറീസ് ഓഫ് ഓൾഡ് ഈസ്റ്റേൺ റോമൻ എംപയർ. അത് കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ താഴ്ചയ്ക്ക് കാരണമായി. Consequently, scholars, artists and writers fled from Constantinople to nearby areas in great numbers. Many of them migrate to Italy. Why did they migrate to Italy? ഇതിനെ തുടർന്ന് ഒരുപാട് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒരുപാട് പണ്ഡിതന്മാരും ഒക്കെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സ്ഥലം മാറിപ്പോയി. ഒരുപാട് പേര് ഇറ്റലിയിലേക്കാണ് പോയത്. എന്തുകൊണ്ടാണ് എല്ലാവരും ഇറ്റലിയിലേക്ക് പോയതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. വൈ ഡിഡ് ദേ മൈഗ്രേറ്റ് ടു ഇറ്റലി? അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. Italy was a country that upheld the rich Greco-Roman tradition. ഇറ്റലി എന്ന് പറയുന്നത് ഗ്രീക്ക് റോമൻ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചിരുന്നവരായിരുന്നു ഇറ്റലി. The rich Italian traders were the patrons of art, literature and culture. പണക്കാരായ കച്ചവടക്കാർ സാഹിത്യത്തെയും കലയെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു.
These traders were keen to preserve the historical and cultural heritage. അവർ അതായത് കച്ചവടക്കാർ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും എല്ലാം കാത്തു സൂക്ഷിച്ചിരുന്നു. Hence the Italian cities further thinking and encouraged the spirit of learning among the immigrant scholars. By the end of the 13th century, the Renaissance which began in Italy flourished and spread to other nations. അതായത് 13ാം സെഞ്ചുറിയുടെ അവസാനത്തോടെ റെനേസൻസ് ഇറ്റലിയിലും മറ്റുള്ള രാജ്യങ്ങളിലും സ്പ്രെഡായി തുടങ്ങി. ഇനി അടുത്തെന്ന് പറയുന്നത് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ദ റിനേസൻസ് ആണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന പോർഷൻ. റിനേസൻസ് ഇപ്പോൾ ഒരു വലിയ പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വലുതായിട്ട് പഠിക്കാതെ അതിനകത്തുള്ള പ്രധാന പോർഷൻസ് നമുക്കൊന്ന് നോക്കാം. The fine arts, literature and history in the medieval period were centered on religious ideology. അതായത് അക്കാലത്തെ 13ാം സെഞ്ചുറിക്ക് മുമ്പുണ്ടായിരുന്ന കാലത്തെ സാഹിത്യവും കലയും ചരിത്രവും എല്ലാം മതപരമായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്. The texts were invariably written in Greek and Latin as these languages were considered elite and scholarly. ആ കാലത്തെ ടെക്സ്റ്റ് അതായത് ബുക്കുകളൊക്കെ ഗ്രീക്കും ലാറ്റിനും ഭാഷകൾ അതുമാത്രമായിരുന്നു, ആ ഭാഷകൾ മാത്രമായിരുന്നു അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ 13ാം സെഞ്ചുറിക്ക് ശേഷം ലാറ്റിൻ ഗ്രീക്കും പോലത്തെ മതപരമായ ഭാഷകൾ മാറി ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകൾ വന്നു. അപ്പോൾ ഇനി നമ്മൾക്ക് പ്രധാനമായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ദ ന്യൂ സ്പിരിറ്റ് ഓഫ് ഹ്യൂമാനിസം ഇൻസ്പയർഡ് യുണീക്ക് തോട്ട്സ് ആൻഡ് ഓൺ ദ യൂണിവേഴ്സ് ആൻഡ് ഹ്യൂമൻ ലൈഫ്. ഇറ്റ് പ്രൊമോട്ടഡ് റീസണിങ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി. അതായത് പുതിയൊരു ഹ്യൂമാനിസം, മാനുഷികതയുടെ ഒരു പുതിയ സ്പിരിറ്റ്, പുതിയ ചിന്തകൾ ഭൂമിയിലേക്ക് യൂണിവേഴ്സിലേക്കും മനുഷ്യൻ്റെ ജീവിതത്തിലേക്കും കൊണ്ടുവന്നു. ഇവിടെ നോക്കൂ, the vision primarily concerned with the various aspects of human life is known as humanism. Humanism എന്ന് പറയുന്നത് ഹ്യൂമൻ ലൈഫിൻ്റെ വേരിയസ് അക്സെപ്റ്റ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്നാണ്. അപ്പോൾ നമുക്ക് ഹ്യൂമാനിസം എന്ന് എഴുതിയിട്ട് എന്ത് എഴുതാം? വേരിയസ് അക്സെപ്റ്റ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഈസ് നോൺ ആസ് ഹ്യൂമാനിസം. മനുഷ്യൻ്റെ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരുപാട് അക്സെപ്റ്റ്സ് ആണ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്. ഒരു പുതിയ സ്പിരിറ്റ്, ഊർജ്ജം തന്നെയായിരുന്നു ഹ്യൂമാനിസം എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ, സാഹിത്യത്തിൽ റിനൈസൻസ്. അപ്പോൾ സാഹിത്യപരമായും റിനൈസൻസ് ഒരുപാട് സാഹിത്യത്തിലൂടെയും ഒരുപാട് പേർ റിനൈസൻസിനെ മറ്റുള്ളവരിലേക്ക് പടർത്തി. അതായത് കവിതകളിലൂടെയും കഥകളിലൂടെയും ഒക്കെ സാഹിത്യത്തിലൂടെ മനുഷ്യരിലേക്ക് പകർന്നു കൊടുത്തു റിനൈസൻസിനെ കുറിച്ചുള്ള അറിവ്. അപ്പോൾ അങ്ങനെയുള്ളവരെ കുറിച്ചാണ് നമ്മളിത് പറയാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന ചിത്രത്തിലെ മനുഷ്യൻ്റെ പേര് പെട്രാർക്ക് എന്നാണ്. ഇപ്പോൾ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് പെട്രാർക്ക്. അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അത് ജനിച്ചെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. 1304 ജനിച്ചു, 1374 മരിച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കാവുന്ന കാര്യമാണ്. AD 1304 ജനിച്ചു, 1374 മരിച്ചു. വാസ് വൺ ഓഫ് ദ എമിനൻറ്റ് റൈറ്റേഴ്സ് ഓഫ് ദ റിനൈസൻസ് പീരീഡ്. പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ ആ കാലത്തെ റിനൈസൻസ് 13ാം സെഞ്ചുറിക്ക് ശേഷമുള്ള ആ കാലത്തെ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരനായിരുന്നു ഇദ്ദേഹം. ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് റിനൈസൻസ്. അദ്ദേഹം റിനൈസൻസിൻ്റെ മാനുഷികതയുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നു. ദ മാഗ്നം ഒപ്പസ് ഓഫ് പെട്രാർക്ക് സിക്രേറ്റിയം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് സിക്രേറ്റിയം. ഇത് നിങ്ങൾക്ക് പുസ്തകത്തിൽ എഴുതി വയ്ക്കാവുന്നതാണ്, സിക്രേറ്റിയം. നിങ്ങളിപ്പോൾ കാണുന്നവരൊക്കെ മറ്റ് സാഹിത്യകാരന്മാർ റിനൈസൻസിനെ സാഹിത്യത്തിലൂടെ കൊണ്ടുവരാൻ നോക്കിയവരെ ആയിട്ടുള്ള മറ്റ് സാഹിത്യകാരന്മാരെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആദ്യം കാണുന്ന ഡാൻറ്റെയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഡാൻറ്റെ എന്നാണ്. ഇദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നത് 1765 മരിച്ചത് 1321. ഇദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകം ഡിവൈൻ ഓഫ് കോമഡി. ഇദ്ദേഹവും നവോത്ഥാനം സാഹിത്യത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ച മറ്റൊരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹം ബൊക്കാഷോ, ഇദ്ദേഹത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ദ ഡെക്കാമറൺ ആണ്. അടുത്തത് പറയുന്നത് സെർവാൻസ് ജനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്
1547 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. 1547 അദ്ദേഹം ജനിച്ചത്. 1547. മരിച്ചത് 1616 അദ്ദേഹം മരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകം, പ്രധാനപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് ഡോൺ ക്വിക്സോട്ടാണ്. ഡോൺ ക്വിക്സോട്ട്. അടുത്തത് ഇറാസ്മസ്. ഇദ്ദേഹം ജനിച്ചത് 1466. മരിച്ചത് 1536. അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകം ഇൻ പ്രൈസ് ഓഫ് ഓൾ. ഇദ്ദേഹം മാനുഷികതയുടെ പിതാവ്, മാനവികതയുടെ രാജാവ് എന്നറിയപ്പെടുന്നു. മാനവികതയുടെ പിതാവല്ല, രാജാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തെയാണ്. അടുത്തൊരു വർക്കാണ്. Names of the major Renaissance writers are given in the following table. Fill up the corresponding columns with the names of their works. പെട്രാർക്കിൻ്റെ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. പ്രധാന വർക്ക് എന്ന് പറയുന്നത് ശ്രീകൃത്രിയമാണ്. പുസ്തകത്തിൻ്റെ പ്രധാന പുസ്തകം സീക്രട്ടമാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇതിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത് പെട്രാർക്ക്, സീക്രീറ്റിയം, ഡാൻഡെ ദ ഡിവൈൻ ഓഫ് കോമഡി, ബൊക്കാഷിയോ ദ ഡെക്കാമറൻ, സെർവാന്തെ ഡോൺ ക്വിക്സോട്ട്, ഇറാസ്മസ് ദ പ്രൈസ് ഓഫ് ഫോളി. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നവോത്ഥാനം കലയിൽ കൊണ്ടുവന്ന മഹാന്മാരായ വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. റിനൈസൻസ് സ്പിരിറ്റ് വാസ് മോസ്റ്റ് പ്രൊണൗൺസ്ഡ് ഇൻ പെയിൻറ്റിംഗ്. ലിയനാർഡോ ഡാവിഞ്ചി വാസ് വൺ ഓഫ് ദ ഗ്രേറ്റ് പെയിൻറ്റേഴ്സ് ഓഫ് ദ പീരിയഡ്. ദ മൊണാലിസ ആൻഡ് ദ ലാസ്റ്റ് സപ്പർ ആർ ഹിസ് പെയിൻറ്റിങ്സ്. അപ്പോൾ പെയിൻറ്റിങ്ങിൽ, ചിത്രകലയിലും നവോത്ഥാനത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചവരെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആ സമയത്തെ ഒരു പ്രധാന ചിത്രകാരനായിരുന്നു ലിയനാർഡോ ഡാവിഞ്ചിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് മൊണാലിസയും ദ ലാസ്റ്റ് സപ്പറും. മൊണാലിസയെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ മൊണാലിസ is a famous painting of the Renaissance period. The mysterious smile of Mona Lisa has led to much discussions and debates. Leonardo da Vinci, one of the famous artists of the Renaissance period, completed the painting between AD 1503 and AD 1505. It's preserved in Paris Museum. ഇത് ലോകപ്രശസ്തമായ ഒരു ചിത്രമാണ് മൊണാലിസ എന്ന് പറയുന്നത്. ഈ മൊണാലിസയുടെ ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ നിഗൂഢത ചർച്ചകളും സംവാദങ്ങളുമായി മാറിയിരുന്നു. ലിയനാർഡോ ഡാവിഞ്ചി ആ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരനായിരുന്നു. അദ്ദേഹം ഈ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയുന്നത് 1503 മുതലുള്ള 1505 എന്ന കാലയളവിലാണ് അദ്ദേഹം ഇത് പൂർത്തിയാക്കിയത്. ഇതിപ്പോൾ ഉള്ളത് പാരീസ് മ്യൂസിയത്തിലാണ്. ഇതിപ്പോൾ ഉള്ളത് ഇത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചിത്രമാണ് ഈ ലാസ്റ്റ് സപ്പർ, അവസാനത്തെ അത്താഴം എന്ന് പറയുന്ന ഈ ചിത്രം. ഇതാണ് ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രം. ലിയനാർഡോ ഡാവിഞ്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ചത് 1452. 1452 ഏപ്രിൽ 15 അദ്ദേഹം ജനിക്കുന്നത്. മരിച്ചത് 1519 മെയ് 2. 67ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാന ചിത്രങ്ങളാണ് മൊണാലിസയും ലാസ്റ്റ് സപ്പറും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്കൽ ആഞ്ചലോയെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. അദ്ദേഹം ജനിച്ചത് 1475 മാർച്ച് 8 ഇറ്റലിയിൽ വെച്ച്. മരിച്ചത് 1564 ഫെബ്രുവരി 18. 88ാമത്തെ വയസ്സിൽ റോമിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന ചിത്രമാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് റാഫേലിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നത് 1463, മരിച്ചത് 1520. അദ്ദേഹത്തിൻ്റെ പ്രധാന ചിത്രമാണ് ദ സ്കൂൾ ഓഫ് ഏതൻസ് എന്ന് പറയുന്നത്. ഇന്നൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് റിനേസൻസ്, നവോത്ഥാനം കൊണ്ടുവന്ന സ്കൾപ്ചേഴ്സ്, ശില്പികളും ആർക്കിടെക്ട്സും. അവർ രണ്ടുപേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലോറൻസോ ഗിബർട്ടി, അദ്ദേഹത്തിൻ്റെ നിർമ്മിതിയാണ് ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസറിയുടെ ഡോർ, കതവ്, അദ്ദേഹമാണ് അത് നിർമ്മിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ചത് 1378, മരിച്ചത് 1455. അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവനയാണ് ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസറി. അടുത്തത് ഡൊണാറ്റലോ. അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവന എന്ന് പറയുന്നത് ഗട്ടാമെൽറ്റിയാണ്. അദ്ദേഹം ജനിച്ചത് 1366, മരിച്ചത് 1466. ഇനി അടുത്ത് ഇവിടെ ഒരു മറ്റൊരു വർക്കുണ്ട്, മറ്റൊരു
കോളംസ് ഉണ്ട്, നമുക്കത് നോക്കാം. എക്സാം ദ പിക്ചേഴ്സ് ആൻഡ് ഫിൽ ഔട്ട് ദ നെയിംസ് ഓഫ് റിനൈസൻസ് ആർട്ടിസ്റ്റ്, ദെയർ നോട്ടബിൾ വർക്ക്സ് ആൻഡ് റെസ്പെക്റ്റീവ് ഫീൽഡ്സ്. അപ്പോൾ ഒരെണ്ണം അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലോറൻസോ ഗിബർട്ടി, ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററി ആർക്കിടെക്ചർ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. ഇതിൻ്റെ ആൻസേഴ്സ് നോക്കുകയാണെങ്കിൽ ലിയനാർഡോ ഡാവിഞ്ചി, മൊണാലിസ, ദ ലാസ്റ്റ് സപ്പർ, പെയിൻറ്റർ. മൈക്കൽ ആഞ്ചലോ, ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്, പെയിൻറ്റർ. ഡൊണാറ്റെല്ലോ ഗട്ടാമെൽറ്റ, സ്കൾപ്ചർ. റാഫേൽ, ദ സ്കൂൾ ഓഫ് ഏതൻസ്, പെയിൻറ്റർ. പെയിൻറ്റർ അല്ല കേട്ടോ ഫ്രണ്ട്സ്, പെയിൻറ്റിങ്. അടുത്തത് നവോത്ഥാനം ശാസ്ത്രത്തിൽ, സയൻസ്, റിനൈസൻസ് ഇൻ സയൻസ്, അതായത് കണ്ടുപിടുത്തങ്ങളിലൂടെ നവോത്ഥാനം കൊണ്ടുവരാൻ ശ്രമിച്ചവർ. ആദ്യം ഒരാളെ കുറിച്ച് പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്, ജോഹൻസ് ഗുട്ടൻബർഗ്. അദ്ദേഹം കണ്ടുപിടിച്ചെന്ന് പറയുന്നത് ഗുട്ടൻസ്ബർഗ് പ്രിൻറ്റിംഗ് പ്രസ് ആണ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഗലീലിയോസ് ടെലസ്കോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗലീലിയെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ കോപ്പർനിക്കസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അവരെ കുറിച്ചൊക്കെ നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് ജോഹൻസ് ഗുട്ടൻബർഗിനെ കുറിച്ചാണ്. ജോഹൻസ് ഗുട്ടൻബർഗ് ജനിച്ചതെന്ന് പറയുന്നത് 1398 മരിച്ചത് 1468. അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവനയാണ്, അതായത് കണ്ടുപിടിച്ചതാണ് ഗുട്ടൻബർഗ്സ് പ്രിൻറ്റിംഗ് പ്രസ്. പിന്നെ പറയുന്നത് കോപ്പർനിക്കസ് അദ്ദേഹത്തിൻ്റെ വലിയൊരു സംഭാവനയാണ് ദ തിയറി ഓഫ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ചത് 1473 മരിച്ചത് 1543. അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഗലീലിയെ കുറിച്ചാണ്. ഗലീലി ജനിച്ചത് 1564 മരിച്ചത് 1542. അദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സിൻ്റെ ഫാദർ എന്ന് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു. അദ്ദേഹം കണ്ടുപിടിച്ചാണ് ഗലീലിയോസ് ടെലസ്കോപ്പ്. ഇവിടെ ദ സ്റ്റോറി ഓഫ് പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇച്ചിരി ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളത് വിടുകയാണ്. അടുത്ത ഇത് നോക്കുന്നു. അടുത്തെന്ന് പറയുന്നത് റീഫോർമേഷൻ എന്ന് പറഞ്ഞൊരു ലേശം കൊടുത്തിട്ട് നമുക്കത് വായിക്കാം. ദ റിനൈസൻസ് ഹാഡ് എ സേ ഇൻ ദ റിലീജിയസ് സ്പിയർ ഓൾസോ. ദ refinement underwent by the European Christianity in the 16th century is known as the Reformation. Martin Luther led this movement which became the Germany. അതായത് റിനൈസൻസ് റിലീജിയസ് സ്പിയർ, അതിനെയും അതിന് വലിയൊരു റിലീജിയസ് സ്പിയറിനെതിരെയായിരുന്നു റിനൈസൻസ് പറയുന്നത്. അപ്പോൾ യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റി 16th സെഞ്ച്വറിക്ക് എതിരെ നടന്ന ഒരു വലിയൊരു പ്രതിഷേധമായിരുന്നു റീഫോർമേഷൻ എന്ന് പറയുന്നത്. റീഫോർമേഷൻ ഈ ഒരു മൂവ്മെൻ്റാണ് ദ റീഫോർമേഷൻ. അപ്പോൾ ഈ മൂവ്മെൻറ്റിൻ്റെ നേതൃത്വം വഹിച്ചത് മാർട്ടിൻ ലൂതർ. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ചത് 1483 10 നവംബറിനാണ് ജർമ്മനിയിൽ വെച്ചിട്ട്. അദ്ദേഹം മരിച്ചത് 18 ഫെബ്രുവരി മരിച്ചത് 18 ഫെബ്രുവരി 1546. അടുത്തെന്ന് പറഞ്ഞാൽ ദ ഇൻ സെർച്ച് ഓഫ് സീ റൂട്ട്. ഇനി ഇവിടെ ഇല്ലാതെ ഞാൻ അല്ലാതെ പറയുകയാണെങ്കിൽ തുർക്കീസ് അറ്റാക്ട് കോൺസ്റ്റാന്റിനോപ്പിൾ അറ്റാക്ക് നമുക്കത് അറിയാം. ദിസ് ഡിസ്മാൻഡൽ ദ ട്രേഡ് റിലേഷൻ ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. ഇത് യൂറോപ്പിനും ഏഷ്യയ്ക്കും തമ്മിലുള്ള കച്ചവടം ആണ് നഷ്ടപ്പെട്ടത്. അതിനൊരു ഡിസ്മാൻഡഡ് ദ ട്രേഡ് റിലേഷൻ ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. കാരണം ഇവരുടെ കച്ചവടം നടന്നിരുന്നത് എന്തിലൂടെയാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ്. അതായത് കോൺസ്റ്റാന്റിനോപ്പിളിലൂടെയാണ് യൂറോപ്പ് ഏഷ്യയിലേക്കും ഏഷ്യ യൂറോപ്പിലേക്കും സാധനങ്ങൾ കയറ്റി അയച്ചു കൊണ്ടിരുന്നത്. അതാണ് അവിടെ നഷ്ടപ്പെടുന്നത്. കാരണം തുർക്കി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അധീനതയിലാണല്ലോ കോൺസ്റ്റാന്റിനോപ്പിൾ. The invention of the compass and the spirit of adventure uncovered unknown routes, oceans and continents. കോമ്പസിൻ്റെ കണ്ടുപിടുത്തവും പിന്നെ ആ അഡ്വഞ്ചർ യാത്ര ചെയ്യാനുള്ള ആ സ്പിരിറ്റും പുതിയ പുതിയ വഴികളും രാജ്യങ്ങളും കോണ്ടിനെൻറ്റ്സ് ഭൂഖണ്ഡങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ സഹായിച്ചു. അടുത്ത ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ. The Renaissance in the field of science led to the invention of new machines which brought about immense change in the field of production. Consequently, production increased while the cost of production decreased. Such changes in the field of production ushered in the Industrial Revolution, began in England and revolution production and trade. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ മീനിങ് നോക്കിയാലോ. ശാസ്ത്രമേഖലയിലെ നവോത്ഥാനം യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. അത്
ശാസ്ത്രമേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. തൽഫലമായ ഉൽപാദനച്ചെലവ് കുറയുമ്പോൾ ഉൽപാദനം വർദ്ധിച്ചു. ശാസ്ത്രമേഖലയിലെ ഉൽപാദന മേഖലയിലെ അത്തരം മാറ്റങ്ങൾ വിപ്ലവത്തിന് കാരണമായി. ഇംഗ്ലണ്ടിൽ ആരംഭിച്ച ഉൽപാദനത്തിലും വ്യവസായത്തിലും വിപ്ലവത്തിന് കാരണമായി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അത് മനസ്സിലായോ? അതായത് ശാസ്ത്രമേഖലയിൽ ഉണ്ടായ നവോത്ഥാനത്തിൽ പുതിയ യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഉൽപാദന മേഖലയിൽ, അതായത് പ്രൊഡക്ഷൻ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അതുകൊണ്ട് ഈ യന്ത്രങ്ങൾ കാരണം ഉൽപാദന ചെലവ് കുറയുകയും ഉൽപാദനം വർദ്ധിക്കുകയും ചെയ്തു. ഇതേപോലത്തെ മാറ്റങ്ങളൊക്കെ ഉൽപാദന മേഖലയിൽ വളരെയധികം വലിയ വിപ്ലവം ഉണ്ടാക്കി. ഇംഗ്ലണ്ടുകാർ ആരംഭിച്ച ഉൽപാദനവും വ്യവസായത്തിലും ഇത് വിപ്ലവ കാരണമായി. അടുത്തതെന്ന് പറയുന്നത് ഇൻവെൻഷൻസ് ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പോൾ ഇവിടെ ഒരു സ്പിന്നിങ് ജെന്നി കൊടുത്തിട്ടുണ്ട്, സ്റ്റീം എൻജിൻ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്, ഇൻവെൻഷൻ ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സയൻറ്റിസ്റ്റ്. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ച ജോൺ കെ. അപ്പോൾ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ച ജോൺ കെ ആണല്ലേ. സ്പിന്നിങ് ജെന്നി പഠിച്ചത് ജെയിംസ് ഹാർഗ്രേവ്സ്. സ്റ്റീം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നു, ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീഫൻസൺ ആണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ അവസാന സമ്മറിയും സിഗ്നിഫിക്കൻറ്റ് ലേണിംഗ് ഔട്ട്കംസും കൊടുത്തത്. സമ്മറി എന്ന് പറയുന്നത് ദ റിനൈസൻസ് ബിഗൻ ഇൻ ഇറ്റലി. അപ്പോൾ ഇറ്റലിയിൽ ആരംഭിച്ച റിനൈസൻസിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഉടനീളം പറയുന്നത്. അപ്പോൾ റിനൈസൻസ് ബിഗൻ ഇൻ ഇറ്റലിയെക്കുറിച്ചാണ് ഈ ചാപ്റ്റർ കൂടുതലായും പറയുന്നത്. ഇറ്റലിയിലും യൂറോപ്പിലൊക്കെ ഇറ്റലിയിലൊക്കെ ആരംഭിച്ച റിനൈസൻസ് നവോത്ഥാനത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്റർ ഉടനീളം പറയുന്നത്. ഹ്യൂമാനിസം വാസ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ റിനൈസൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രൊമിനൻറ്റ് സ്വഭാവം എന്ന് പറയുന്നത് ഹ്യൂമാനിസമാണ്. ദ റിനൈസൻസ് ഹാഡ് ട്രെമൻഡസ് ഇൻഫ്ലുവൻസ് ഓൺ ലിറ്ററേച്ചർ, ആർട്ട്, സയൻസ് ആൻഡ് റിലീജിയൻ. മതത്തിലും ശാസ്ത്രത്തിലും കലയിലും സാഹിത്യത്തിലും നവോത്ഥാനത്തിന് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ന്യൂ സീ റൂട്ട്സ് വയർ ഡിസ്കവേർഡ് ആൻഡ് ആസ് എ റിസൾട്ട് ദ യൂറോപ്യൻസ് റീച്ച്ഡ് ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ്. പുതിയ കടൽ മാർഗം കണ്ടെത്തുകയും യൂറോപ്യൻസ് പല ഭൂഖണ്ഡങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ബ്രോട്ട് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദന മേഖലയിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പുതിയ മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ ഇനി സിഗ്നിഫിക്കൻറ്റ് ലേണിംഗ് ഔട്ട്കംസ് ആണ്, അത് നിങ്ങൾ നോക്കുമെന്ന് വിചാരിക്കുന്നു. ഫൈൻഡ് ഔട്ട് ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ റിനൈസൻസ്, എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ റിനൈസൻസ് ഹാഡ് എ കൾച്ചർ. അതൊക്കെ നിങ്ങൾക്ക് നോക്കുമെന്ന് വിചാരിക്കുന്നു. പുറകിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഇത് കണ്ടുപിടിക്കാനാണ്. മാച്ച് കോളം എ വിത്ത് കോളം ബി. ദ റിനൈസൻസ് ആർട്ടിസ്റ്റ് ആൻഡ് ദ വർക്ക്സ് ആർ ലിസ്റ്റ് ബിലോ. മൊണാലിസ ആരുടേതാണ്? നമ്മൾ പഠിച്ചതാണ്, ലിയനാർഡോ ഡാവിഞ്ചി. 1. ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ആരുടെയാണ്? മൈക്കൽ ആഞ്ചലോ. 2. ദ സ്കൂൾ ഓഫ് എഥൻസ് ആരുടെയാണ്? റാഫേൽ. 3. ഘട്ടമറ്റ ആരുടെയാണ്? ഡൊണാറ്റൽ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഡിസ്ക്രൈബ് ദ ഫ്ലുവൻസ് ഓഫ് ഹ്യൂമാനിസം ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് സയൻസ്. കലയുടെയും സാഹിത്യത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും മേഖലയിൽ ഹ്യൂമാനിസം വഹിച്ച ഇൻഫ്ലുവൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് ഓഫ് ദ ന്യൂ സീ റൂട്ട്സ് ആൻഡ് ദെയർ എക്സ്പ്ലോറേഴ്സ്. പുതിയ കടൽ മാർഗ്ഗങ്ങളും അതിൻ്റെ എക്സ്പ്ലോറേഴ്സിനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതാണ് കളർ ദ പിക്ചേഴ്സ് ഓഫ് ദ റൈറ്റേഴ്സ്, ആർട്ടിസ്റ്റ്, സയൻറ്റിസ്റ്റ് ഓഫ് ദ റിനൈസൻസ് പീരീഡ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം വിത്ത് ദ പേപ്പർ പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ ഉൾക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുറവ് കണ്ടെത്താണ് കമൻറ്റ് ചെയ്യുക. സോറി, ഞാൻ ആദ്യം തന്നെ സോറി പറഞ്ഞേക്കാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അടുത്ത വട്ടം അത് ശരിയാക്കാം. ഇനി ഇതിൻ്റെ പുറകിൽ നോട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ന്യൂ അക്കാഡമിക് ഇയർ. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പുതുവർഷത്തിലേക്ക്, ഒരു അധ്യയന വർഷത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ഫ്രണ്ട്സ്. ബൈ ഫ്രം സൈനിങ് ഓഫ് ഫ്രം ശിവാനു. Thanks for watching. Please subscribe our channel.